ഹലോ ബ്രോസ്, എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് പാരാഗ്ലൈഡിങ് ചെയ്യണമെന്ന്. ഇവിടെ ദുബായിൽ അതിന് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ദുബായിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ജോർജിയ അത് ഒന്നുകൂടി കംഫർട്ടബിളായി തോന്നി. പിന്നെ അപ്പോൾ ജോർജിയയിൽ ഗുഡൌരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളിത് ചെയ്തത്. വളരെ എക്സ്പെൻസീവ് അല്ല ദുബായിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അവിടെ വെറും 350 ജെല്ലാണ് വരുന്നത്. ദുബായിൽ പറയുകയാണെങ്കിൽ ഒരു 1000 ദിർഹംസിന്റെ മുകളിൽ എന്തായാലും ഇതിന് വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ജോർജിയയിൽ പോയതല്ലേ, അപ്പോൾ അവിടെ നിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. എന്തായാലും സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഫുൾ മഞ്ഞ് താഴത്ത് കംപ്ലീറ്റ് മഞ്ഞുമലകൾ, മുകളിലാണെങ്കിലോ മേഘങ്ങൾ, വൈറ്റ് മേഘങ്ങൾ. അപ്പം ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളൊരു ഹെവനിൽ പോയ പോലെ, താഴത്തും മുകളിലും പിന്നെ ഫുൾ വൈറ്റ്, താഴത്ത് സ്നോവും മേലെ മേഘങ്ങളും ക്ലൗഡ്സും ഒക്കെ കൂടിയായിട്ട് ഒരു പ്രത്യേക വൈബായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, ഭയങ്കര തണുപ്പാണ് കേട്ടോ. I think -18 ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഏറ്റവും ടോപ്പിൽ ടെമ്പറേച്ചർ. നമ്മളെ മുഖം കൈയൊക്കെ ഫ്രീസായി പോകും. സോ നമ്മൾ ഗ്ലൗസും മാസ്കും ഇയർ കവറൊക്കെ ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അല്ലാതെ നമ്മളത് ചെയ്താൽ നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേനും നമ്മളെല്ലാം ഫ്രോസൺ ആയി പോകും. താഴെ ഭാഗം എത്തുമ്പോഴത്തേനും നമ്മൾ ഫ്രോസൺ ആയി പോകും. അപ്പോൾ അതെല്ലാം ഫുൾ സെറ്റപ്പിൽ തന്നെയാണ് ഞാൻ മുകളിലേക്ക് പോയത്. അവർ നമ്മളെ കൊണ്ടുപോകുന്നത് കേബിൾ കാറിലാണ്. കേബിൾ കാറിൽ മലയുടെ ഏറ്റവും മുകളിലേക്ക് പോയിട്ട് അവിടുന്ന് ആണ് പാരാഗ്ലൈഡിങ് താഴത്തേക്ക് ചെയ്യുന്നത്. ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു, പറയാൻ വാക്കുകളില്ല. ഞാൻ പറയുന്നത് ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ്. പിന്നെ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. പക്ഷെ പേടിയുള്ള ഉയരം, ഹൈറ്റ് പേടിയുള്ള ആൾക്കാർ ചെയ്യാൻ നിൽക്കരുത്, അതാണ് പറയാനുള്ളത്. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇതേ നോക്ക്, താഴത്ത് കാണുന്നതാണ് ബിൽഡിങ്ങുകൾ. വളരെ വളരെ ചെറുതായിട്ടാണ് നമുക്ക് കാണുന്നത്. നമ്മളിങ്ങനെ ആ വിൻഡിനനുസരിച്ച് മെല്ലെ ഇങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമുക്ക് ആ ബിൽഡിങ്ങുകളൊക്കെ അങ്ങനെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ തോന്നും അത് ഹൈറ്റ് ഇല്ലയെന്ന്. പക്ഷെ ഇത് ഭയങ്കര ഹൈറ്റാണ് കേട്ടോ. ഭയങ്കര ഹൈറ്റ് ഉണ്ട് അതിന്. നമ്മൾ ഒരു ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്യുന്ന ഒരു അതുപോലെ തോന്നും നമുക്ക്. ഇവിടെ ഒരു പ്രത്യേക വൈബാണ്. കാരണം ചുറ്റുഭാഗവും മഞ്ഞുമലകളൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. പിന്നെ നമ്മൾ ലാൻഡ് ചെയ്യുമ്പോൾ ഇത് അവർ നമ്മളോട് കാല് രണ്ടും പൊക്കി പിടിക്കാൻ പറയും. എന്നിട്ട് നമ്മൾ സീസോ ചെയ്യുന്നത് പോലെ നമ്മൾ മഞ്ഞിലിങ്ങനെ നിറങ്ങിയിട്ടാണ് സ്റ്റോപ്പ് ആക്കുന്നത് അവർ. അത് നിങ്ങൾ ലാൻഡിങ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. പിന്നെ പറ്റുമെങ്കിൽ എല്ലാവരും ലൈഫിൽ ഒരു വട്ടം ഇത് ട്രൈ ചെയ്യാൻ നോക്കണം. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസും വല്ലാത്തൊരു വൈബുമാണ്. തണുപ്പുണ്ട്, പക്ഷെ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രത്യേക രസമാണ്, പ്രത്യേക ഒരു വൈബാണ്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.